ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് മെയ് 29, ഒന്നാമത്തെ വായനാഭാഗം യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം. ഈ അധ്യായം പൂർണ്ണമായും യഹൂദ മക്കൾക്ക് ലഭിച്ച സ്ഥലത്തിൻ്റെ, ദേശത്തിൻ്റെ വിവരണമാണ്. ഏതൊക്കെ സ്ഥലമാണ്, ഏതൊക്കെ പട്ടണമാണ്, അതിൻ്റെ അതിരെന്താണ്, ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. നമ്മൾ ഇതിൽ ബൈബിളിൻ്റെ അവസാനമുള്ള മാപ്പ് ഒന്ന് പരിശോധിച്ചാൽ ഏകദേശം വലിയൊരു ഭൂപ്രകൃതിയാണ്. ബാക്കിയുള്ള പല ഗോത്രങ്ങളെക്കാളും കൂടുതൽ ഭൂപ്രദേശം കിട്ടിയ ഒരു ഗോത്രവിഭാഗമാണ് യഹൂദ ഗോത്രം. യഹൂദ ഗോത്രത്തിന് അതിരിനും കൃത്യമായ അതിരുകൾ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. അപ്പം അതിൻ്റെ വടക്കുവശത്ത് ദാൻ ഗോത്രത്തിന് കൊടുത്ത സ്ഥലവും ബെന്യാമിൻ ഗോത്രത്തിന് കൊടുത്ത സ്ഥലവും ആണ് ഭൂമിയായിട്ട് ആ ഭാഗത്തുള്ളത്. പിന്നെ കാണുന്നത് ഉപ്പുകടലാണ്. നല്ലൊരു അതിര് ഉപ്പുകടൽ, വളരെ നീളത്തിൽ തന്നെ. എൻ്റെ പടിഞ്ഞാറ് വശത്ത് ഉപ്പുകടൽ നല്ലൊരു നീളത്തിൽ അതിൻ്റെ കിഴക്ക് വശത്തെ അതിരാണ്. അതുപോലെ പടിഞ്ഞാറ് വശത്ത് മെഡിറ്ററേനിയൻ കടൽ അല്ലെങ്കിൽ മഹാസമുദ്രവും നല്ല കൃത്യമായ അതിരുണ്ട്. തെക്കെന്ന് പറയാം, ഏകദേശം തെക്ക് ഭാഗത്ത് ഏദോമ്യരുടെ, ഏശാവിൻ്റെ മക്കൾ കൊടുത്ത സ്ഥലത്തിൻ്റെ ഭാഗവും അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ അതിരുകൾ വളരെ ക്ലിയറായിട്ടുള്ളൊരു അതിരുകളുള്ള ഭൂപ്രദേശമാണ്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മളോട് വായിച്ചു വരുന്ന ഒരുപാട് സ്ഥലങ്ങൾ. എൻ്റെ തുടക്കം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹൂദ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ ഓഹരി തെക്കേ ദേശത്തിൻ്റെ തെക്കേ അറ്റത്ത് ഏദോമിൻ്റെ അതിരായ സീൻ മരുഭൂമി വരെ തന്നെ. അവരുടെ തെക്കേ അതിർ ഉപ്പുകടലിൻ്റെ അറ്റം മുതൽ തെക്കോട്ട് നീണ്ടിരിക്കുന്ന ഇടക്കടൽ മുതൽ തന്നെ ആയിരുന്നു. അത് അക്രബീം കയറ്റത്തിന് തെക്കോട്ട് ചെന്ന് ഷീനിലേക്ക് കടന്ന് കാദേശ് ബർന്നയുടെ തെക്കുകൂടി കയറി ഹെസ്രോൻ കടന്ന് ആദാരിലേക്ക് കയറി കാർക്കയിലേക്ക് തിരിഞ്ഞ് അസ്മോനിലേക്ക് കടന്ന് മിസ്രയീം തോട് വരെ ചെല്ലുന്നു. ഇതൊന്നും വായിച്ചിട്ട് നമുക്ക് കാര്യമില്ല, കാരണം ഈ സ്ഥലങ്ങളൊന്നും നമുക്ക് പരിചിതമായ സ്ഥലങ്ങളല്ല. കുറേ സ്ഥലങ്ങൾ വായിക്കാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ കാലേബിന് കാലേബ് യഹൂദ ഗോത്രക്കാരനാണ്. കാലേബിന് ഇവരുടെ ഇടയിൽ ഓഹരിയായിട്ട് അനാക്കിൻ്റെ അപ്പനായ അർബായുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. കിരിയത്ത് അർബ നമ്മൾ ഇന്നലെ കണ്ടല്ലോ. ഹെബ്രോൻ കൊടുത്തു. അവിടെ അനാക്കിൻ്റെ പുത്രന്മാരായ ശേഷായി, അഹീമാൻ, തൽമയി എന്നീ 3 അനാക്കിനെ നീക്കിക്കളഞ്ഞു. അവിടെ നിന്ന് ദബീർ നിവാസികളുടെ നേരെ ചെന്നു. ദബീറിന് മുമ്പത്തെ പേര് കിരിയത്ത് സേഫർ എന്നായിരുന്നു. അപ്പം അവിടെ വെച്ചൊരു കാര്യം കാലേബ് പറഞ്ഞത്: കിരിയത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി കൊടുക്കും എന്ന് കാലേബ് പറഞ്ഞു. അപ്പം കാലേബിൻ്റെ സഹോദരൻ കെനസ് ഉണ്ട്. കെനസിൻ്റെ മകൻ ഒത്നിയേൽ അത് ഏറ്റെടുത്ത് ഒത്നിയേൽ പോയി ആ മല കിരിയത്ത് സേഫർ അവിടെയുള്ളവരെല്ലാം തോൽപ്പിച്ച് അത് പിടിച്ച് അത് അധികാരത്തിന് കീഴിലാക്കി. അപ്പം മകൾ അക്സായെ ഭാര്യയായി കൊടുത്തു. അപ്പോൾ ഈ ഒത്നിയേലാണ് യോശുവയുടെ കാലം കഴിഞ്ഞ് ന്യായാധിപന്മാരുടെ കാലം തുടങ്ങുമ്പം ഒന്നാമത്തെ ന്യായാധിപനായി വരുന്നത് ഈ ഒത്നിയേലാണ്. അത് ന്യായാധിപന്മാർ പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ പറ്റും. ഒന്നാമത്തെ ന്യായാധിപന്മാരിൽ ഒന്നാമത്തെ ന്യായാധിപനായിട്ട് ഒത്നിയേലാണ് വരുന്നത്. താഴോട്ട് വീണ്ടും ഈ അതിരുകളിൽ പറയുന്ന ഒരുപാട് സ്ഥലങ്ങൾ: ഏദർ, യാഗൂർ, കീന, ദിമോന, അദാദ, കേദശ്, ഹാസോർ, ഇത്നാൻ, സീഫ്, തേലേം, ബലിയാദ് ഒക്കെ വരുന്നുണ്ട്. സിക്ലാഗ് നമുക്കറിയാം. സിക്ലാഗ് ദാവീദിൻ്റെ കാലത്ത് ദാവീദ് പോയി താമസിച്ചിരുന്നൊരു സ്ഥലമാണ് സിക്ലാഗ്. അപ്പോൾ സിക്ലാഗ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ കൂട്ടത്തിൽ പറയുന്ന ആകെ 29 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. പിന്നെ താഴ്വീതിയിൽ എസ്തായേൽ, സെര, അശ്ന, സ്നോഹ, ഗന്നീം, തപ്പൂഹ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളും. പിന്നെ അതിൽ പ്രധാനം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ എക്രോൻ എന്ന് പറയുന്നത് ഫെലിസ്തീൻ നഗരമാണ്. എക്രോൻ മുതൽ സമുദ്രം വരെ അസ്തോദിന് സമീപത്തുള്ളവയൊക്കെയും അവയുടെ ഗ്രാമങ്ങളും, അസ്തോദും അതിൻ്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും, ഗസ്സായും മിസ്രയീം തോട് വരെയുള്ള അതിൻ്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും, മഹാസമുദ്രം അതിന് നെടുകെ അതിരായിരുന്നു. അപ്പോൾ ഈ ഗസ്സ എന്ന് പറയുന്ന, അസ്തോദ് എന്ന് പറയുന്ന, എക്രോൻ എന്നൊക്കെ പറയുന്നത് ഫിലിസ്തീൻ്റെ സ്ഥലങ്ങൾ. അതൊക്കെയും പിടിച്ചെടുത്ത കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വായിക്കുന്ന കാലഘട്ടത്തിൽ അതെല്ലാം യഹൂദയുടെ ഗോത്രത്തിൻ്റെ പ്രദേശത്തിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ യഹൂദ എന്ന സ്ഥലത്തിന് ഉള്ളിലായ പ്രദേശങ്ങളാണ്.
താഴോട്ട് വീണ്ടും മലനാട്ടിൽ കുറേ സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ഷാമീർ, യാഥീർ, സോഖ, അതൊക്കെ. പിന്നെ മാവോൻ, കർമ്മേൽ, സീഫ്, യൂത, ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ജസ്രയിലാണ് അതിൻ്റെ യഥാർത്ഥ വാക്ക്. ഇസ്രയേൽ നമ്മൾ കാണും ജസ്രയിൽ. ഇപ്പോൾ ജസ്രയിലൊക്കെ ഇതിനകത്ത് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ, ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് പട്ടണങ്ങളും പ്രദേശങ്ങളും ഈ യഹൂദ ഗോത്രത്തിൻ്റെ അവകാശ സ്ഥലത്ത് വായിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മാപ്പിൽ നോക്കിയാൽ സാമാന്യം ഭേദപ്പെട്ട ഒരു ഭൂപ്രദേശം അവിടെ കാണുവാനും നമുക്ക് കഴിയും. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 20-21 അധ്യായങ്ങൾ. 2 അധ്യായങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞു വന്ന മിസ്രയീമിൻ്റെ നെക്കുറിച്ചുള്ള പ്രവചനത്തിൻ്റെ തുടർച്ച. വേണമെങ്കിൽ കൂഷിനെ സംബന്ധിച്ചുള്ള 2 ദേശത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇതിനകത്തൂടെ പറയുന്നുണ്ട്. അത് നടക്കുന്നത്, അതിൽ യെശയ്യാപ്രവാചകനോട് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നത് അശൂർ രാജാവായ സർഗോൻ തർത്താനോട് പോയി അശ്ദോദിലേക്ക് ചെന്ന് അവിടെ യുദ്ധം ചെയ്ത് പിടിക്കാൻ പറയുന്നുണ്ട്. ആ കാലത്തിലാണ് അശ്ദോദ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ വായിച്ച അസ്തോദ് തന്നെ ആയിരിക്കണം അശ്ദോദ് എന്ന് പറയുന്നത്. യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലോ അസ്തോദ് യഹൂദ ഗോത്രത്തിന് പിടിച്ചു എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ യഹൂദ ഗോത്രത്തിനകത്തുള്ള സ്ഥലമാണ് അസ്തോദ്. അപ്പോൾ അസ്തോദ് അതായിരിക്കും അസ്തോദ്. യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച ആണ്ടിൽ, അപ്പോൾ കാലഘട്ടം അവിടെ എഴുതിയിട്ടുണ്ട്. ആ കാലത്ത് തന്നെ യഹോവ ആമോസിൻ്റെ മകനെ യെശയ്യാവോട് പറഞ്ഞൊരു കാര്യമാണ്, നീ ചെന്ന് നിൻ്റെ അരയിൽ നിന്ന് 2 ശീല അഴിച്ചു വെക്കണം, കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയണം. അപ്പം ചെരുപ്പ് ഇല്ലാതെ 2 ശീലയില്ലാതെ കുറച്ച് നാൾ നടക്കണം. അവൻ അങ്ങനെ ചെയ്തു. നഗ്നരായും ചെരുപ്പിടാതെയും നടന്നു. എൻ്റെ ദാസനായ യെശയ്യാവ്, അപ്പോൾ ദൈവം പറഞ്ഞാണ്, എൻ്റെ ദാസനായ യെശയ്യാവ് മിസ്രയീമിനും കൂഷിനും അടയാളവും അത്ഭുതവുമായിട്ട് 3 സംവത്സരം നഗ്നനായും ചെരുപ്പിടാതെയും നടന്നതുപോലെ അശൂർ രാജാവ് മിസ്രയീമിൽ നിന്നുള്ള ബദ്ധന്മാരെയും കൂഷിൽ നിന്നുള്ള പ്രവാസികളെയും ആബാലവൃത്തം മിസ്രയീമിൻ്റെ ലജ്ജയ്ക്കായിട്ട് നഗ്നന്മാരും ചെരുപ്പിടാത്തവരും ആസനം മറയ്ക്കാത്തവരും ആയി പിടിച്ചുകൊണ്ടുപോകും. അപ്പം കൂഷിൽ നിന്നും മിസ്രയീമിൽ നിന്നുമുള്ള ആൾക്കാരെ പ്രവാസത്തിലേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ചെരുപ്പിടാത്തവരായിട്ടും നഗ്നന്മാരായിട്ടും ആസനം മറയ്ക്കാത്തവരുമായിട്ടും. അപ്പോൾ എന്തൊരു ലജ്ജയാണ്, അല്ലെങ്കിൽ എന്തൊരു നിന്ദയാണ് അവർക്ക് ലഭിക്കുന്നത്, ആ ജനത്തിന്. അപ്പോൾ എന്നിട്ട് അവർ പറയുന്നൊരു കാര്യമാണ്, അങ്ങനെ അവർ തങ്ങളുടെ പ്രത്യാശയായിരുന്ന കൂശും തങ്ങളുടെ പുകശിയായിരുന്ന ഇപ്പം മിസ്രയീം ജനത്തിന്, മിസ്രയീം ദേശത്തിൽ ആശ്രയം വെച്ചിരുന്നവർ കൂശിനെ ആശ്രയം വെച്ചിരുന്നു. നൃത്തം അവർ ലജ്ജിക്കുമെന്നാണ്. അയ്യോ, ഇവരെ ഞങ്ങൾ ആശ്രയിച്ചത് വെറുതെ ആയിപ്പോയല്ലോ, ഇവരെക്കാളും ശക്തന്മാരായ ആളുകൾ വന്നപ്പം ഞങ്ങൾക്കിങ്ങനെ പോകേണ്ടി വന്നല്ലോ എന്നൊക്കെ ഒരു ലജ്ജിക്കുന്നത്. ഈ കടൽക്കരയിലെ നിവാസികൾ അന്ന് അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കപ്പെടുവാൻ സഹായത്തിനായി നാം ഓടിച്ചെന്നിരുന്ന നമ്മുടെ പ്രത്യാശ ഏതാണ്? 2 പ്രത്യാശകൾ, ഒന്ന് കൂശും, ഒന്ന് മിസ്രയീമും. ഈ പ്രത്യാശ ഇങ്ങനെയായിപ്പോയല്ലോ, ഇനി നാം എങ്ങനെ രക്ഷപ്പെടും എന്ന് പറയും. അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് വായിച്ചത് മിസ്രയീമിൻ്റെ കുറിച്ചുള്ള പ്രവചനം എന്നാണ്. അതിനു മുമ്പ് കൂശിനെ സംബന്ധിച്ച് ആ 2 ദേശങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരുമിച്ചൊരു പ്രവചനമായിട്ട് നമുക്ക് ഈ 20-ാമത്തെ അധ്യായത്തെ കാണാം. 21-ാമത്തെ അധ്യായം അത് സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം. ഈ മരുഭൂമി കുറിച്ചെന്ന് പറയുമ്പം മരുഭൂമി അറബി ദേശം ഒക്കെ അടുത്ത് വരുന്ന സ്ഥലമാണ്. അപ്പം പ്രത്യേകിച്ച് ആ ദേശത്തിൻ്റെ പേര് അവിടെ നമ്മൾ കാണുന്നില്ല. പ്രവാചകം, തെക്ക് ചുഴലിക്കാറ്റടിക്കുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്ത് ദേശത്തു നിന്ന് തന്നെ വരുന്നു. കഠിനമായൊരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ദ്രോഹി ദ്രോഹം ചെയ്യുന്നു, കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു. ഏലാമെ കയറി ചെല്ലുക, മേദ്യയെ നിരോധിച്ചു കൊള്ളുക, അതിൻ്റെ ഞരക്കമൊക്കെയും ഞാൻ നിർത്തിക്കളയും. അപ്പം അങ്ങനെ ആ സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവചനം ആണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ധൂമയെക്കുറിച്ചുള്ള പ്രവചനം അങ്ങനെ ഒരു പറയുന്നുണ്ട്. ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, കാവൽക്കാര രാത്രി എന്തായി എന്ന് ഒരുത്തൻ സെയിരിൽ നിന്ന് എന്നോട് ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊള്ളുവിൻ, പോയി വരുവിൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അറബി ദേശത്തെക്കുറിച്ചുള്ള പ്രവാചകം. അതിൽ അങ്ങനെ 3 പ്രവചനങ്ങളായിട്ടാണത് നിൽക്കുന്നത്.
ഇപ്പം ധൂമ എന്ന് പറയുന്നത് ഞാൻ ഇപ്പം എന്താണെന്ന് പരിശോധിച്ചില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ 25-ാം അധ്യായത്തിലൊരു ഇതുണ്ട്. അതുപോലെ തന്നെ 2-3 റെഫറൻസ് ഉണ്ട്. ഇപ്പം അത് തന്നെയാണോ അതെന്നുള്ള കാര്യത്തിൽ എനിക്കത്ര വ്യക്തത പോരാ. എന്നാലും അവിടെ സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം, ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം, അറബി ദേശത്തെക്കുറിച്ചുള്ള പ്രവാചകം. ചിലപ്പോൾ ഈ സമുദ്രതീരത്തെ ആ ദേശം തന്നെ ആയിരിക്കും ഈ ധൂമ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒന്ന് തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ ഒരു പാരഗ്രാഫിൽ തന്നെയാണ് 1 മുതൽ 12 വരെ ഒരു പാരഗ്രാഫാണ്. അപ്പോൾ അടുത്ത പാരഗ്രാഫിലാണ് അറബി ദേശത്തെക്കുറിച്ചുള്ള. അറബി ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ സൗദി അറേബ്യ ഒക്കെ വരുന്ന ഭാഗമായിരിക്കണം. അപ്പോൾ അതാണ് അന്നത്തെ അറബി ദേശം. അറബികൾ അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ സംഭവിക്കും എന്ന് തന്നെയാണ് എൻ്റെ വാക്യത്തിൻ്റെ അവസാനം. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ യഹോവയെ ദൈവം അരുളി ചെയ്താൽ പിന്നെ അത് സംഭവിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളതും നമുക്ക് ആ വാക്യത്തിൽ നിന്ന് ഗ്രഹിച്ചെടുക്കാൻ കഴിയും. 3-ാമത്തെ വായനാഭാഗം അപ്പോസ്തലനായ പൗലോസ് ഫിലമോന് എഴുതിയ ലേഖനം. ഫിലമോൻ എഴുതിയ ലേഖനം എന്ന് പറയുമ്പോൾ ഇത് ആകെ ഒരൊറ്റ അധ്യായമേ ഉള്ളൂ. ചെറിയ ഒരു ലേഖനമാണ്. അപ്പോസ്തലൻ്റെ ഏറ്റവും ചെറിയ ലേഖനം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ ലേഖനമാണ്. അത് എഴുതുന്നത് പൗലോസും തിമത്യോസും ചേർന്നാണ് എഴുതുന്നതിനോട് ആദ്യത്തെ വാക്യത്തിലുണ്ട്. ആർക്ക് എഴുതുന്നതും അവിടെയുണ്ട്. ഫിലമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹപഠനായ അർക്കിപ്പോസിനും നിൻ്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. അപ്പോൾ ഇത്രയും പേർക്ക് അഡ്രസ്സ് ചെയ്തിട്ടാണ് ആ കത്ത് എഴുതുന്നത്. അപ്പം ഇവിടെ ഒറ്റ വിഷയമാണ് ഈ ഫിലമോൻ എഴുതുന്ന ലേഖനത്തിലുള്ളത്. അത് ഫിലമോൻ അത്യാവശ്യം ജീവിത സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അയാൾക്ക് ഒരു അടിമയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ജോലിക്കാരനുണ്ടായിരുന്നു. അയാളുടെ പേരാണ് ഒനേസിമോസ്. ഒനേസിമോസ് അവിടെ നിന്ന് ചാടിപ്പോയി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയിട്ട് തടവിലാകുമ്പോൾ അവിടെ വെച്ചാണ് ഒനേസിമോസിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഒനേസിമോസിനോട് സുവിശേഷം പറയുകയും അങ്ങനെ ഒനേസിമോസും ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുകയും, ഇന്ന് ഒനേസിമോസ് ഫിലമോൻ ഒരു വിശ്വാസിയൊക്കെ ആയിരിക്കുന്നത് പോലെ തന്നെ ഇന്ന് ഒനേസിമോസും ഒരു വിശ്വാസിയാണ്. അപ്പോൾ അവിടെ ക്രിസ്തുയേശുവിൽ എല്ലാവരും ഒന്നത്രേ എന്നുള്ള ഉപദേശം നമ്മൾ ഏറ്റെടുത്താൽ, ഫിലമോനെ സംബന്ധിച്ച് ഫിലമോന് ഇയാളെ അടിമയായിട്ടും തന്നെ പറ്റിച്ചു പോയവനായിട്ടും ഒക്കെ ആയിട്ടാണ് കാണാനൊക്കെയുള്ളൂ. അതിന് പൊതുവെ എല്ലാ മനുഷ്യർക്കും എത്ര ക്രിസ്തുവിൽ സഹോദരനായെന്ന് പറഞ്ഞാലും ചിലപ്പോൾ സാധ്യമാകാത്തൊരു കാര്യം, എന്നാൽ അത് സാധ്യമാകുവാൻ തക്കവണ്ണമുള്ള ഒരു എഴുത്ത് സ്നേഹത്തിനെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ ഉപദ്രവിച്ച ആളെ സ്നേഹിക്കാനും ക്രിസ്തുവേശുവിലായ ഒരു വിശ്വാസിയായി മാറുന്ന എത്ര കൊള്ളരുതാത്തവനായിരുന്നാലും അയാളെ തൻ്റെ മറ്റ് സഹോദരങ്ങളെപ്പോലെ കാണുവാനും സ്നേഹിക്കുവാനും ഒക്കെ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന ഒരു കത്താണ് ഫിലമോന് എഴുതിയ ഈ ലേഖനം. അവിടെ എഴുതുന്നത്, തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. തടവിലായിരുന്നപ്പോൾ ജനിപ്പിച്ച എന്ന് പറഞ്ഞാൽ തടവിലായിരുന്നപ്പോൾ സുവിശേഷം സംബന്ധിച്ച് ജനിപ്പിച്ച ആൾ എന്നർത്ഥത്തിലാണ്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷം നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എൻ്റെ അടുക്കൽ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിനക്ക് ഗുണമാകേണ്ടതിന് ഞാൻ അങ്ങനെ നിർത്തുന്നില്ല. നീ അവനെ അയക്കുകയാണ്. അവൻ അല്പകാലം നിന്നെ വേർവിട്ട് പോയത് അവനെ സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അല്പകാലത്തേക്ക് വിട്ടുപോകുമ്പോഴുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടെ നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ് പോയതാണ്. എന്നാൽ തിരിച്ചു വരുമ്പോൾ ക്രിസ്തുവിൽ ആയിത്തീർന്ന ഒരാൾ സദാകാലത്തേക്കും സഹോദരനാണ്. ബാക്കി ഭൂമിയിൽ ഒരു ബന്ധങ്ങൾ പോലെയുമല്ല. ഈ ബന്ധം എന്നേക്കും നിലനിൽക്കേണ്ട ബന്ധമെന്ന് പറയുന്നത് നിത്യജീവൻ അവകാശമാക്കി ദൈവരാജ്യത്തിലെത്തുമ്പോൾ എല്ലാവരും ഉണ്ടാകേണ്ടവരല്ലേ. അപ്പം അവിടെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. ഇവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരനാണ്. അപ്പം നിൻ്റെ ദാസനായിരുന്നു, നിൻ്റെ അടിമയായിരുന്നു, നിന്നെ പറ്റിച്ചിട്ട് പോയവനാണ്, നിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോയിട്ടുള്ളവനായിരിക്കാം.
അങ്ങനെയുള്ളവനാണെങ്കിൽ പോലും ഇന്ന് അവൻ പ്രിയ സഹോദരനാണ്. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്ര അധികം. അപ്പോൾ ജഡസംബന്ധമായി വളരെ നാളുകളായിട്ട് കൂടെ ഉണ്ടായിരുന്നവനാണല്ലോ, സഹായിയായിരുന്നു. അവന് ഒരുപാട് ഉപയോഗം ഒനേസിമോസ് വഴി ഫിലോമോൻ ഉണ്ടായിട്ടുണ്ട് ജഡപ്രകാരം. അതുപോലെ തന്നെ ഇന്ന് കർത്തൃസംബന്ധമായും എന്തുമാത്രം നിനക്ക് ആയിരിക്കേണ്ടതാണ് എന്ന് പറയുകയാണ്. വേറൊരു കാര്യം, അവൻ നിന്നോട് വല്ലതും കടംപെട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ എന്തെങ്കിലും അന്യായമായോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് എൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക, ഞാനത് തരാം. പൗലോസ് എന്ന് ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ നിനക്ക് തരാം. എന്നിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ തന്നെ തന്നു തീർക്കാം, പക്ഷേ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടംപെട്ടിരിക്കുന്നതെന്ന് ഞാൻ പറയണമെന്നില്ലല്ലോ. അതേ സഹോദരാ, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കാം. നിൻ്റെ അനുസരണത്തെപ്പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാവുന്നു ഞാനിത് എഴുതുന്നത്. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മാത്രമേ ഞാൻ ആദ്യം പറഞ്ഞിട്ട്, ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഈ ലേഖനത്തിലുള്ളൂ. ഒനേസിമോസിനെ സംബന്ധിച്ചുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഒനേസിമോസിനെ കൈക്കൊള്ളുക എന്നുള്ളതാണ്. സ്നേഹത്തിൽ കൈക്കൊള്ളുക. അവൻ നിനക്ക് പണ്ട് ദാസനായിരിക്കാം, അവൻ നിന്നിൽ നിന്ന് ഓടിപ്പോയവനായിരിക്കാം, നിൻ്റെ മെറ്റീരിയൽസ്, അതായത് നിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയവനായിരിക്കാം. ഇന്ന് അവൻ അങ്ങനല്ല. ഇന്ന് അവൻ ക്രിസ്തുവിൽ നിനക്ക് ഒരു സഹോദരനാണ്. പണ്ട് ദാസനായിരുന്നു, ഇന്ന് സഹോദരനാണ്. ദാസനോട് കാണിച്ച രീതികളും സ്വഭാവമല്ല ഒരു സഹോദരനോട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത് ചെയ്യുമെന്ന് തന്നെയാണ്, അങ്ങനെ തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഒനേസിമോസിനോട് അങ്ങനെ തിരിച്ച് വൈരാഗ്യം കാണിക്കില്ല, സ്നേഹിച്ച് കൂടെ കൂട്ടും എന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലോമോനെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. ഇത് നമുക്ക് വലിയൊരു ഉപദേശം തന്നെയാണ്. ഈ ഒനേസിമോസിനെ പോലെ പറ്റിക്കുകയോ, ഒനേസിമോസിനെ പോലെ അടിമയായിരിക്കുകയോ, ഒനേസിമോസിനെ പോലെ ഇതുപോലുള്ള വലിയ കുറ്റങ്ങൾ ചെയ്തത് അല്ലാതെ നമ്മുടെ കൂട്ടത്തിൽ ചെറിയ കാര്യങ്ങൾ, നിസ്സാരമായ സംഭവങ്ങൾക്ക് പോലും അത് ക്രിസ്തുവിൽ സഹോദരനായിട്ട് പരിചയപ്പെട്ട് നാളുകളായി ജീവിക്കുന്ന ആളുകൾ തമ്മിൽ പോലും അത്തരം വിദ്വേഷവും അകൽച്ചയും പിണങ്ങിപ്പോക്കും ഒക്കെയും സംഭവിക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പക്ഷെ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. അയാൾ ഒരു ക്രിസ്തുവിലായിരുന്ന ഒരാളല്ല ഈ ഒനേസിമോസ്. തൻ്റെ കൂടെ ദാസനാണ് അയാൾ. ആ ദാസൻ്റെ അവസ്ഥ, അന്നത്തെ അവസ്ഥയെ നോക്കണം. ദാസൻ്റെ അവസ്ഥയിൽ നിന്ന് അയാൾക്കൊന്നും ഒരു സ്വാതന്ത്ര്യമില്ല. അത്തരം സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അടിമ എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ അടിമ തന്നെ, എല്ലാവർക്കും അടിമ തന്നെ. എവിടെയൊക്കെ അടിമ, ഈ അടിമയെ വിൽക്കാൻ വരെ സ്വാതന്ത്ര്യമുണ്ട്. അടിമയെ വിൽക്കാം, അത് യാതൊരു അവകാശവും അടിമയ്ക്കില്ല. അങ്ങനെ ഒരു അടിമയാണ്, ജോലിക്കാരനാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ദോഷം വരുത്തിയിട്ടുള്ള ആളാണ് ഇപ്പോൾ വിശ്വാസത്തിലേക്ക് ക്രിസ്തുവിൽ ചേർന്നിരിക്കുന്നത്. അപ്പോൾ അയാൾ ഇനി നിനക്ക് ദാസനല്ല സഹോദരനാണെന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ബന്ധങ്ങളെ ഒന്ന് നന്നായി പരിശോധിക്കേണ്ടതാണ്. നമ്മളെങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ കാണുന്നത്, പ്രത്യേകിച്ച് ക്രിസ്തുവിൽ സഹോദരനായിരിക്കുന്ന നമ്മുടെ സഹോദരനെയോ സഹോദരി എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിന് ഒരു ആത്മപരിശോധനയ്ക്ക് ഈ അധ്യായം ഇടയാക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 3 വായനാഭാഗങ്ങളിലൂടെ അവസാനിക്കും. നാളെ പുതിയ വായനാഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമുക്ക് ദൈവകരങ്ങളിൽ സംരക്ഷിതരായിരിക്കാം. നന്ദി.